ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദി ടിപ്പിക്കൽ ഫാമിലി എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നായകൻ്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഈ ലക്കി കൂപ്പണൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മുടെ നായകനും അവൻ്റെ ഫ്രണ്ട്സും ചേർന്ന് ലക്കി കൂപ്പൺ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നായകന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഒരു ക്യാൻഡിയാണ്, ഒരു ഫിഷിൻ്റെ ഷേപ്പുള്ള ഒരു ക്യാൻഡി. അപ്പം നമ്മുടെ കുഞ്ഞു ജൂ ആണെങ്കിൽ ആ ഷുഗർ ക്യാൻഡി ആയിട്ട് അമ്മ കാണാതെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവൻ മെല്ലെ മെല്ലെ പതുങ്ങി കയറുന്നത് അമ്മ അറിയുന്നുണ്ട് കേട്ടോ. കുഞ്ഞു ജൂവിൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ക്യാൻഡി അവൻ കഴിച്ചു പോലും നോക്കിയിട്ടില്ല. അതിനു മുൻപേ അമ്മ വന്നിട്ട് ഇവനെ ചീത്ത പറയാണ്. എന്നിട്ട് ആ ഷുഗർ ക്യാൻഡി നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അമ്മയാണെങ്കിൽ എന്നിട്ടൊരു വടി എടുത്ത് ഇവനെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ആ സ്റ്റേഷനറി സ്റ്റോറിൻ്റെ അടുത്തൊരു ആക്സിഡൻറ്റ് നടക്കും, അതുകൊണ്ട് തന്നെ ഇവനോട് ഇന്ന് അവിടെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പ്രത്യേകം വാൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അമ്മേനെ അനുസരിക്കാത്തതിൻ്റെ ദേഷ്യമാണ് കേട്ടോ അമ്മയ്ക്ക്. ദേഷ്യമല്ല, ഇവന് അപകടം എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടി കാരണമാണ് അമ്മ അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അമ്മ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് ഡിസപ്പിയർ ആവാണ് കേട്ടോ അമ്മയുടെ മുമ്പിൽ നിന്ന്. ഇവിടെ അമ്മയുടെ മുമ്പിൽ ഇവൻ ഡിസപ്പിയർ ആവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അപ്പിയർ ആവുന്നുണ്ട്. അത് പാസ്റ്റിലാണ്, അതായത് കഴിഞ്ഞു പോയ അവൻ്റെ ഹാപ്പി മൊമെൻറ്റിലാണ് ഇവൻ അപ്പിയർ ആവുന്നത്. അതായത് ഇവൻ്റെ ആ ലക്കി കൂപ്പൺ വഴി ഒരു ഫിഷ് ക്യാൻഡി കിട്ടിയില്ലേ, ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തുകയാണ്. വീണ്ടും അമ്മയുടെ മുമ്പിൽ ഇവൻ വീണ്ടും അപ്പിയർ ആവാണ് കേട്ടോ. അമ്മയുടെ മുമ്പിൽ എന്നിട്ട് അപ്പിയർ ആകുമ്പോൾ അമ്മ അവനെ ഹഗ് ചെയ്യാണ് കേട്ടോ. കാരണം ഇവൻ്റെ ആ ഒരു മാജിക്കൽ പവർ എന്താണെന്ന് ഇവരിപ്പോഴാണ് അറിയുന്നത്. അതായത് ഫസ്റ്റ് ടൈമാണ് ഇവൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ശേഷം നെക്സ്റ്റ് ഡേ അവൻ വീണ്ടും ആ സ്റ്റോറിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലക്കി കൂപ്പൺ എടുക്കുന്നുണ്ട്. പക്ഷെ അവന് ഗിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ഇന്നലെ ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഇന്ന് പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ലക്കി ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് ഇവൻ വീണ്ടും ആൾക്കാരില്ലാത്തൊരു സ്ഥലത്തൊക്കെ പോയിരുന്നിട്ട് പാസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. ആ ഒരു മൊമെൻറ്റിലാണ് ഇവൻ തിരിച്ചറിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ ഫ്രണ്ട്സിനോ വേറെ ആർക്കും ഇവനെ കാണാനോ ഇവൻ പറയുന്നത് കേൾക്കാനോ ഇവനെ ടച്ച് ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല. അതുപോലെ തന്നെ ഇവന് തിരിച്ചു കേട്ടോ. അങ്ങനെ ആരെയും ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഈ സമയത്താണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നായ്ക്കുട്ടീനോട് ഓടല്ലേ പറഞ്ഞിട്ട് പുറകെ ചെല്ലുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ നായ്ക്കുട്ടീനെ ഒരു വണ്ടി ഇടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജൂ കണ്ടിട്ട് ജൂന് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഈ പട്ടിക്കുട്ടീനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൂ വീണ്ടും പാസ്റ്റിലേക്ക് പോകാണ് കേട്ടോ. എന്നിട്ട് ആ പട്ടിക്കുട്ടീനെ തടഞ്ഞു നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു സ്കൂട്ടറാണ് ഈ നായ്ക്കുട്ടീനെ വന്നിടിക്കുന്നത്. ആ സ്കൂട്ടറിൻ്റെ മുമ്പിൽ ഇവൻ പോയി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവനെ പാസ് ചെയ്തിട്ടാണ് ഈ പട്ടിക്കുട്ടിയും സ്കൂട്ടറൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവനൊരു കാര്യം മനസ്സിലാവാണ്, പാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റില്ല. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പാസ്റ്റിൽ ഈന ഉണ്ടായ ആ ഒരു ഡേ ആണ് കേട്ടോ. അതായത് ഇവൻ ഒരു ഫയർ ഫൈറ്റർ ആയിരുന്നു. അതിനുശേഷം ഇവൻ്റെ വൈഫ് കാർ ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷമാണ് ഇതുപോലൊരു ആൽക്കഹോളിക് ആയിട്ട് മാറിയത്. അങ്ങനെ പാസ്റ്റിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ജൂ ആണെങ്കിൽ വീടിനകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ട്രാഷ് ക്യാൻ്റെ അവിടെ ഇവൻ കൊടുത്തിട്ടുള്ള കുറേ ഡോൾസൊക്കെ മകൾ അവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളത് ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല, വേറൊരു ബൈക്ക് കാരണം ഹെൽമെറ്റൊക്കെ വെച്ച് അവിടെ നിൽക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മകളോട് പറയുന്നുണ്ട്, നീ ഫുൾ ടൈം ഫോണിൽ നോക്കി നടക്കരുത്, ചുറ്റും ശ്രദ്ധിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സമയത്ത് നമ്മുടെ ഈനെയും അവൾ അവിടെ ട്രാഷിൽ കൊണ്ടുവന്നിട്ട് ഡോൾസിനെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാണ് ഈ ഡോൾസിനെയൊക്കെ കളയാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾ ഡോൾസിനെ ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട് കാരണമാണ്. ഇവൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഈ ഡോൾസിനെയൊക്കെ കളഞ്ഞ് വിചാരിച്ചിട്ട് അവൻ മോളിൽ വന്നിരിക്കുകയാണ്. വേറെ എന്തെങ്കിലും ഷൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട്. ടൈമിലൊക്കെ നമ്മുടെ ജൂൻ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, ഡൊഡാഹയുടെ അങ്കിളാണ് ജൂനെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഡൊഡാഹേനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ജൂ ഇവിടെ ഉണ്ടെന്നൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഡൊഡാഹയും ജൂവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഡൊഡാഹയാണെങ്കിൽ വേറെ എന്തോ ആവശ്യത്തിന് വന്നു. അപ്പോൾ ആ കോയിൻസിഡൻ്റ് ആയിട്ട് മീറ്റ് ചെയ്തു എന്ന രീതിയിൽ ഇവൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ജൂ ആണെങ്കിൽ ഒരു തരി മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ ഡൊഡാഹയ്ക്ക്. അപ്പോൾ ഡൊഡാഹ ലാസ്റ്റ് ഗതി കേട്ടിട്ട് അവൻ്റെ സ്ലീവിൽ പിടിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് നമ്മുടെ ഡൊഡാഹേനെ ഉന്തി മാറ്റുന്നതിൻ്റെ ഇടയിൽ അവളുടെ സ്ലീവ് കീറി നമ്മുടെ ജൂവിൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ഇങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടാവുമെന്ന് തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സീനിൽ ജൂ ഒറ്റയ്ക്ക് ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഡൊഡാഹ എത്തുകയാണ്. ഒരു കവറൊക്കെ അവിടെ വെച്ചിട്ട് പറയുകയാണ്, ഇത് ഈനയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്, ഇത് അവൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുകയാണ്. അതായത് ഇവൻ നേരത്തെ കണ്ട ആ സെയിം ഷൂസ് ഇവളിപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ട് ഈനയ്ക്ക് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ. ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നതല്ലേ, എന്തെങ്കിലും നമുക്കൊരു ചായയൊക്കെ കുടിക്കാമെന്ന് പറയുമ്പോഴേക്കും അവൻ്റെ കയ്യിലത്തെ ക്യാഷ്, അതായത് ആ ഒരു ഷൂസിൻ്റെ ഏകദേശം എമൗണ്ട് ആ ടേബിളിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ ടൈമിൽ അവിടുത്തെ ഫയർ അലാം മുഴങ്ങുകയാണ് കേട്ടോ. അതായത് തീപിടുത്തമുണ്ടായി എന്നുള്ള ആ ഒരു അലാം മുഴങ്ങുകയാണ്. എല്ലാവരും മോളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. ഇവളുടെ മൈൻഡിൽ പാസ്റ്റിലത്തെ ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. ഇവളവിടെ നിലത്ത് വീഴുകയാണ് കേട്ടോ. ടൈമിലാണ് ഒരാൾ വന്നിട്ട് ഇവളുടെ കൈ പിടിച്ച് ഇവളെ എഴുന്നേൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ജൂ ആണ് ഇവളെ എഴുന്നേൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ടൈമിലാണെങ്കിൽ ഇവിടെ മാൽഫങ്ഷൻ കാരണം വന്ന ഫയർ അലാമാണ്, തീപിടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള അനൗൺസ്മെൻറ്റ് വരികയാണ് കേട്ടോ. അവളൊന്ന് കണ്ണടച്ച് തുറന്ന് നോക്കുമ്പോഴേക്കും അവനെ വീണ്ടും അവിടെ കാണാനില്ല.
നെക്സ്റ്റ് സീനിൽ ഈന റൂമിലേക്ക് വരുമ്പോൾ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരു കവറൊക്കെ കിടക്കുന്ന കാണുന്നുണ്ട്. അവളാണെങ്കിൽ അതെടുത്ത് നേരെ ഉള്ളിലേക്ക് കയറി മിററിൻ്റെ മുമ്പിൽ ആ ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവളിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ജൂവും കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മിസ് ബോക്ക് ആണെങ്കിൽ ഇവരുടെ ജിമ്മിലേക്ക് ഡൊഡാഹേനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജൂ ഫയർ ഫൈറ്റർ ആയിരുന്ന ആ ഒരു ടൈമിലാണ് ഇവർ ഈ ഒരു ബിൽഡിംഗ് വാങ്ങിയത്. ജൂൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ജൂന് കൊടുക്കുന്നൊക്കെ ബോക്ക് നമ്മുടെ ഡൊഡാഹേനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഡോഹി ജിമ്മിലേക്ക് വരുമ്പോൾ കാണുന്നത് അവിടുത്തെ പേഴ്സണൽ ട്രെയിനറിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ബോയ്സും. പേഴ്സണൽ ട്രെയിനർ അതായത് ഗ്രേസ് ആണെങ്കിൽ ചെറുതായിട്ട് ഇവളുടെ തടീനെ ഒന്ന് അവിടെ നിന്ന് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് മിസ് ബോക്ക് ഡൊഡാഹേനെയും കൊണ്ട് ആ ജിമ്മിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. ഡൊഡാഹെ ആണെങ്കിൽ മിസ് ബോക്കിനോട് പറയാണ്, നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര റഷായിട്ട് തോന്നുന്നില്ലേ? മാരേജ് എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല, രണ്ടുപേരും ഓക്കെ ആയിരിക്കണം. ഈ ഒരു കാര്യത്തിൽ ഇത് ഭയങ്കര റഷായിട്ടാക്കി തോന്നുന്നത്. നിങ്ങളുടെ മകനും ഭയങ്കര റഷായിട്ട് തോന്നുന്നുണ്ടാവും, നിങ്ങളുടെ കൊച്ചുമകൾ അതായത് ഈനയ്ക്കും ഇത് ഭയങ്കര ഒരു സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവും എന്ന് പറയാണ്. ഇതെല്ലാം തന്നെ ജൂൻ്റെ സിസ്റ്റർ കേട്ടിട്ട് അമ്മേനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ഡൊഡാഹെ സിസ്റ്ററിനോട് പറയണം അവരെന്താ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്ന ഒരു ആക്ഷൻ വഴി കാണിക്കുകയാണ് കേട്ടോ. കേസ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ എന്താ അമ്മേനോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഞാൻ ഈ അടുത്ത് തന്നെ കല്യാണം കഴിക്കും, അപ്പോൾ എനിക്ക് എന്തായാലും ആ ബിൽഡിംഗ് കിട്ടും, പിന്നെ എന്തിനാ ബിൽഡിംഗ് അവന് പാസ് ചെയ്യുന്ന കാര്യമൊക്കെ അമ്മ അവളോട് സംസാരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത്, അല്ല നീ കല്യാണം കഴിക്കുന്ന എന്താ ഉറപ്പ്, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്ന് അമ്മ പറയാണ് കേട്ടോ. ഗ്രേസ് ആണെങ്കിൽ ഡൊഡാഹയ്ക്ക് ആക്ഷൻ വഴി അവരെന്താ സംസാരിച്ചത്, അതായത് അവർ ആലോചിക്കുകയാണ് എന്നൊരു ആക്ഷൻ കാണിച്ചു കൊടുക്കുകയാണ് ഡൊഡാഹയ്ക്ക് ഗ്രേസ്. ഈ ടൈമിലാണ് ജൂ നമ്മുടെ ഡൊഡാഹയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഡൊഡാഹ ആണെങ്കിൽ എൻ്റെ കൈ പിടിച്ചതിന് ഒരുപാട് താങ്ക്സ് എന്നാണ് പറയുന്നത്. മുൻപത്തെ ഇൻസിഡൻ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നത് നിൻ്റെ കൈ ഞാൻ പിടിക്കുക, എന്താ നീ പറയണേ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈ പിടിച്ചു എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടാണ് ബോക്ക് അതായത് അമ്മ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെട്ടോ, നിങ്ങളിപ്പോഴും കൈയൊക്കെ പിടിച്ചേ, അത്രയും ക്ലോസ് ആയോ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അമ്മ വരുന്നത് കേട്ടോ. ഡൊഡാഹി ആണെങ്കിൽ ബോക്കിനോട് പറയുന്നത്, നിങ്ങളെ കാണാൻ ഭയങ്കര ക്ഷീണതയായിട്ടുണ്ട്, ഞാൻ എന്തായാലും കുറച്ച് ചായ തരാമെന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ബോക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഉറക്കട്ടോ. ഹസ്ബൻഡാണെങ്കിൽ ഇവളിങ്ങനെ ഉറങ്ങുന്ന കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഹസ്ബൻഡ് മകനോട് ഒന്ന് പറയുകയാണ്, എന്തായാലും ആ പെൺകുട്ടി നല്ലവളാണ്, അമ്മ ഭയങ്കര ഹാപ്പിയാണ്, അമ്മയ്ക്ക് നല്ല മസാജ് കിട്ടിയതുകൊണ്ട് അമ്മ നന്നായി ഉറങ്ങുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് ജൂനോട്. അതേസമയം ഡൊഡാഹയുടെ വീട്ടിലാണെങ്കിൽ ഡൊഡാഹയുടെ അമ്മ ഗ്രേസിനോട് പറയാണ്, ജൂൻ്റെ സിസ്റ്റർ വിവാഹം കഴിക്കാതെ നോക്കേണ്ടത് ഗ്രേസിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി എങ്ങാനും അവരുടെ വിവാഹം അതായത് ജൂൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ജൂൻ്റെ സിസ്റ്ററിന് കിട്ടും. അപ്പോൾ അവളുടെ റിലേഷനൊന്നും വർക്കൗട്ട് ആവാതെ നോക്കേണ്ടത് ഗ്രേസിൻ്റെ ഡ്യൂട്ടിയാണെന്ന് അമ്മ പറഞ്ഞേൽപ്പിക്കുകയാണ് ഗ്രേസിനോട്. ഗ്രേസ് ചോദിക്കുകയാണ് ഡൊഡാഹേനോട്, ജൂനെ നീ എങ്ങനെയാണ് ഇനി ബെഡിലേക്ക് കൊണ്ടുവരിക ചോദിക്കുകയാണ്, അതായത് എങ്ങനെയാണ് കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആവുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് മിസ് ബോക്ക് ജൂൻ്റെ റൂമിൽ കയറി കർട്ടനൊക്കെ മാറ്റുകയാണ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ ചുറ്റും കുപ്പികളാണ്, ആൽക്കഹോൾ കുടിക്കുന്ന കുപ്പികളും കാലിക്കുപ്പിയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. മിസ് ബോക്ക് എന്നിട്ട് നമ്മുടെ ജൂനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ട് ഒന്ന് ഫോഴ്സ് ചെയ്യാണ്. അതായത് ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈനയ്ക്ക് എന്തെങ്കിലും പവർ ഉണ്ടോയെന്നൊന്നും ഇവർക്ക് ഇതുവരെ അറിയില്ല. അതാണ് ഏറ്റവും വലിയ കൺസേൺ മിസ് ബോക്കിൻ്റെ. പൂവാണെങ്കിൽ മറുപടിയായിട്ട് എനിക്ക് ഓൾറെഡി ഒരു മകളുണ്ട്, ഈനയാണ് എൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ സീൻ കട്ടാവുകയാണ്. നെക്സ്റ്റ് സീനിലാണെങ്കിൽ നമ്മുടെ ഡൊഡാഹയുടെ അമ്മ ഡൊഡാഹേനോടൊക്കെ പറയുകയാണ്, ബാക്കിയുള്ള ഫാമിലീസിൻ്റെ പോലെ ഇവർ തീരെ സ്പീഡല്ല നമ്മളെ വിളിക്കാൻ, അതായത് ഡൊഡാഹേനെ വിളിക്കാനൊക്കെ ഭയങ്കര സ്ലോ ആണ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഡൊഡാഹയ്ക്ക് കോൾ വരികയാണ്. നെക്സ്റ്റ് സീനിൽ ഈനയുടെ ക്ലാസ് റൂം ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ സാറ് ചോദിക്കുകയാണ് എല്ലാവരും ഓരോ ക്ലബ്ബ് സെലക്ട് ചെയ്തില്ലേന്ന്. ബാക്കിയുള്ള പിള്ളേരെല്ലാവരും സെലക്ട് ചെയ്തു സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ക്ലബ്ബിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈനെ സെലക്ട് ചെയ്തിട്ടില്ല. അത് പറയുന്നതിന് മുമ്പ് എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ മൂവി ക്ലബ്ബ്, അഡ്വഞ്ചർ ക്ലബ്ബ് അങ്ങനെ ഓരോ ക്ലബിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ടെങ്കിലും അവൾ അതിനകത്തേക്കൊന്നും അങ്ങനെ കയറുന്നില്ല കേട്ടോ. ഈന അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഡാൻസ് ക്ലബ്ബ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ആ ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്ന പയ്യനിൽ അവൻ ഈനയുടെ ക്ലാസ്സിലാണ്. മാത്രമല്ല ഈനയ്ക്ക് അവനോട് ചെറിയ ക്രഷും ഉണ്ട് കേട്ടോ. ഇവരുടെ ഡാൻസ് ഒക്കെ നോക്കി നിൽക്കുന്ന ടൈമിലാണ് ഇവരുടെ സാർ അങ്ങോട്ട് വന്നിട്ട് ഈനയോട് ക്ലബ്ബിലൊന്നും ജോയിൻ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടോ. സാറിൻ്റെ വോയിസ് കേട്ടിട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു പയ്യൻ നമ്മുടെ ഈനേനെ ഡാൻസ് ക്ലാസ്സിൻ്റെ വിൻഡോൻ്റെ അവിടെ കാണുന്നത്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും ഈനേനെ കാണുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഈനയുടെ സാറ് ജൂനെ കോൾ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ക്ലബ് പാർട്ടിസിപ്പേഷനൊക്കെ കുറവാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാൻഡറ്ററി ആണ്, അപ്പോൾ കുറച്ചുകൂടെ അവളെ ശ്രദ്ധിക്കണം, അവളെ കെയർ ചെയ്യണം എന്നൊക്കെ പറയാണ് കേട്ടോ അച്ഛനോട്. ഫ്രണ്ട്സിൻ്റെ സൈൻ വാങ്ങിക്കൊണ്ടുവരാൻ ഒരു ന്യൂസ് ലെറ്റർ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി, അതിലും കൂടി ഒന്ന് സൈൻ ചെയ്ത് കൊടുത്ത് അയക്കണമെന്ന് പറയുകയാണ് കേട്ടോ സാറ് നമ്മുടെ ജൂനോട്. ജൂവാണെങ്കിൽ ഉടനെ ഈനയുടെ റൂമിലത്തെ ഡ്രോയറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മോം ഡാഡ് എന്ന് എഴുതിയിട്ട് 2 ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ജൂ. സൈൻ ചെയ്യാൻ വേണ്ടി പെന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും സൈൻ ചെയ്യാതെ അവിടെ നിന്ന് നേരെ ആൽക്കഹോളിൻ്റെ കുപ്പി എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷെ അവിടെയാണെങ്കിൽ കുപ്പികളൊന്നുമില്ല, അച്ഛൻ അതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി. അച്ഛൻ പറയുകയാണെങ്കിൽ ഇന്നൊരു ദിവസം പുറത്ത് പോയിട്ട് കുടിക്കാമെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്, ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ. ആ ഹോട്ടൽ റൂമിൽ അതായത് ആ റെസ്റ്റോറൻറ്റിൽ എത്തുമ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത്, അതായത് മിസ് ബോക്കും ഇവൻ്റെ അച്ഛനും കൂടിയിട്ട് ഒപ്പിച്ച് വെച്ചിട്ടുള്ളൊരു പണിയാണ്. ഈ ഡൊഡാഹേനെ അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊഡാഹയും ഇവനും കൂടി കുറച്ച് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ് അവർ രണ്ടുപേരും.
ആണെങ്കിൽ ഇവള് പറയുന്നതൊന്നും കേൾക്കാതെ കണ്ടിന്യൂസ്ലി വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഇവളും ഒരു ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജൂൻ്റെ സിസ്റ്റർ ബോയ് ഫ്രണ്ടിൻ്റെ ക്ലിനിക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുൻപത്തെ സീനിൽ ഒരു ഡോക്ടറിനെ കണ്ടില്ലേ, ഇവളോട് ഇനി ഇവിടെ വരണ്ട പറഞ്ഞത്, ആ ഒരു ക്ലിനിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവളെത്തുമ്പോഴാണ് ഇവളുടെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ ഒരു മൂലക്കിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനോട് ചോദിക്കുമ്പോൾ എംപ്ലോയീസ് പറയുന്നത് ഡോക്ടർ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് മാറ്റി വെച്ചേ പറയുകയാണ് കേട്ടോ. എന്നിട്ട് എംപ്ലോയീസ് പറയുന്നുണ്ട് അകത്തൊരു പേഷ്യൻ്റ് ഉണ്ട്, കുറച്ച് നേരം ആവും, ടൈം എടുക്കുമെന്ന് പറയുമ്പോൾ ഇവളവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അകത്തുനിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് കളിയും ചിരിയും അങ്ങനത്തെ വോയിസസ് ഒക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവളുടെ ഇമാജിനേഷൻ ഭയങ്കര വൈൽഡായിട്ട് പോവുകയാണ്. ഇവളുടനെ ഡോറൊന്നും നോക്ക് ചെയ്യാതെ ബോയ് ഫ്രണ്ടിൻ്റെ ആ ക്ലിനിക് റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കാണുന്നത് ഗ്രേസിനെയാണ്. അപ്പോൾ അവൾ അവിടെ ഒരു ആവശ്യം, അതായത് ഒരു മെഡിക്കൽ റിലേറ്റഡ് കാര്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഗ്രേസ് ആണെങ്കിൽ വീണ്ടും ബോയ് ഫ്രണ്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവളെ ഒന്ന് കളിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജൂൻ്റെ സിസ്റ്ററും ബോയ് ഫ്രണ്ടും കൂടിയിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ എന്നിട്ട് ബോയ് ഫ്രണ്ടിനോട് പറയുകയാണ്, നമുക്ക് പ്ലാൻ ചെയ്തതിനേക്കാളും മുൻപ് തന്നെ കല്യാണം കഴിക്കാം, അങ്ങനെയാണെങ്കിൽ റെൻറ്റിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നീ ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് പറയുകയാണ് ബോയ് ഫ്രണ്ടിനോട്. അപ്പോൾ ബോയ് ഫ്രണ്ട് പറയാണ്, ഞാൻ ഭയങ്കര എത്തിക്സ് ഉള്ള ഒരാളാണ്, കല്യാണത്തിന് മുൻപ് നിൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ള ക്യാഷൊക്കെ നിനക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ക്യാഷൊക്കെ തിരിച്ചു തന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ. മാത്രമല്ല കല്യാണം മാത്രം കഴിച്ചാൽ പോരല്ലോ, കുട്ടികളും ഉണ്ടാവേണ്ടേ നമുക്ക്, എന്നാലല്ലേ ബിൽഡിങ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് കേട്ടോ. ജൂൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഇവിടുന്ന് നേരിട്ട് ജിമ്മിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് തടി കുറയ്ക്കണം എന്നൊരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഈനയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈന തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഗെയിമൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. പെട്ടെന്നാണ് അവളെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൾ സ്പീഡിൽ ഓടുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ കണ്ട ഒരു ലേഡീസ് വാഷ്റൂമിൽ ഓടി കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവൾ കോൾ ചെയ്യുകയാണ് കേട്ടോ ഉടനെ തന്നെ. അപ്പോൾ ആദ്യം ഗ്രാൻഡ് പാനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഗ്രാൻഡ് പാ ഭയങ്കര ബിസി ആയതുകൊണ്ട് കോൾ റിങ് ചെയ്യുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ. അതിനുശേഷം ഗ്രാൻഡ് മാനെ വിളിക്കുന്നുണ്ട്. ഗ്രാൻഡ് മയും കോളൊന്നും അറിയുന്നില്ല. അവളുടെ ഓണ്ട്, അതായത് നമ്മുടെ ജൂൻ്റെ സിസ്റ്ററിനെയും വിളിക്കുന്നുണ്ട്. സിസ്റ്റർ എക്സസൈസ് ചെയ്യാണല്ലോ, സിസ്റ്ററും ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ഗ്രാൻഡ് മ ആണെങ്കിൽ സ്റ്റോക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് അവൾ അവളുടെ അച്ഛൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ജൂൻ്റെയിലേക്ക് കോൾ ചെയ്യുമ്പോൾ കോൾ പിക്ക് ചെയ്യുന്നത് നമ്മുടെ ഡൊഡാഹയാണ് കേട്ടോ. കാരണം ജൂ ആണെങ്കിൽ ഡൊഡാഹയോടുള്ള ദേഷ്യത്തിലും പാരൻസിനോടുള്ള ദേഷ്യത്തിലും കുറേ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചു. അപ്പോൾ അവനാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഡൊഡാഹെ കോൾ എടുത്തിട്ട് പറയുകയാണ് നമ്മുടെ ജൂനോട്, മകൾ വിളിക്കുന്നുണ്ട്, ഈനെ വിളിക്കുന്നുണ്ട് പറയാണ്. പെട്ടെന്ന് തന്നെ ഇവൻ കണ്ണു തുറന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് നമ്മുടെ ഡൊഡാഹേനോട് ബില്ല് കൊടുക്കുകയാണ്. അപ്പോൾ ബില്ലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബില്ല് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡൊഡാഹെ ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മുടെ ജൂനെ, അതായത് മകള് ഈന എവിടെയുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ജൂ ഓടുകയാണ്. അപ്പോൾ ജൂ വീഴാതെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡൊഡാഹയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈനേനെ ഫോളോ ചെയ്ത് വന്നിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഡൊഡാഹയുടെ അങ്കിളാണ് കേട്ടോ. ജൂ ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഈ ഹെൽമെറ്റ് വെച്ച ആളെ കാണുമ്പോൾ തന്നെ അവന് ഓർമ്മ വരികയാണ്, ഇവനല്ലേ ഇന്ന് കാലത്ത് വീടിൻ്റെ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹെൽമെറ്റിനിട്ട് നല്ലൊരു ഇടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നായികയാണെങ്കിൽ അങ്കിളിനോട് പറയാണ്, തല കറങ്ങി വീഴുന്ന പോലെ അവിടെ കെടുക്കാൻ പറയാണ് കേട്ടോ. ഒരു ആക്ഷനിലൂടെയാണ് കേട്ടോ ഡൊഡാഹ അങ്കിളിനോട് അവിടെ വീണ് കെടുക്കാൻ പറയുന്നത്. അതായത് അടി കിട്ടി പരിക്കേറ്റ പോലെ കെടുക്കാൻ പറയുന്നത്. അതനുസരിച്ചിട്ട് നമ്മുടെ അങ്കിൾ അവിടെ നിലത്ത് വീണ് കെടുക്കുകയാണ്. ഇടി കിട്ടിയത് ഹെൽമെറ്റിനാണ്, പക്ഷെ അവിടെ കെടുക്കുകയാണ്. ജൂ എന്നിട്ട് മകളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മകൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഡൊഡാഹ മെല്ലെ പോയി മകളോട് സംസാരിക്കുകയാണ്, ഈനയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവൾ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈനയ്ക്ക് ഒരു ബോക്സ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഈനയുടെ ഫസ്റ്റ് പീരീഡ്സ് ഇന്നാണ് ആയത് കേട്ടോ. ഈന ശരിക്കും ജൂനെ വിളിക്കാൻ കാരണം ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡൊഡാഹയും ജൂവും കൂടിയിട്ട് ഈനനെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഡൊഡാഹേനോട് ഈന താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൊഡാഹയാണെങ്കിൽ തിരിച്ച് കൺഗ്രാജുലേഷൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജൂവും പെട്ടെന്ന് തന്നെ മകളോട് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈനയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചമ്മലായിട്ട് അവിടുന്ന് അവളെ വീട്ടിലേക്ക് ഓടിക്കയറി പോവുകയാണ്. ഡൊഡാഹ നമ്മുടെ ഈനേനെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ജൂ ആണെങ്കിൽ ഡൊഡാഹയുടെ കൂടെ ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ സമ്മതിക്കുകയാണ്. അപ്പോൾ ഡൊഡാഹ പറയാണ്, ഇന്നലെ മോളിൽ വെച്ചിട്ട് നീ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു, അതിനൊരുപാട് താങ്ക്സ്, എൻ്റെ കൈ നീ ഹോൾഡ് ചെയ്തു, താങ്ക്സ് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജൂ ചോദിക്കുകയാണ്, ഞാനോ എപ്പോഴും നീ ഇതെന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡൊഡാഹയാണെങ്കിൽ അവൻ്റെ കൈയും എല്ലാം അവിടെ നിന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ ഹെൽമെറ്റ് മേടിച്ചപ്പോൾ, അതൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജൂ ആണെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ ഡൊഡാഹിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടില്ല, നീ ഇതെന്ത് പ്രാന്താ പറയുന്നതെന്നൊക്കെ കേട്ടിട്ട് ഡൊഡാഹ പറയാണ്, നീ എന്നത് ഒരു തവണ ഹെൽപ്പ് ചെയ്തു, അതെന്താ ഇങ്ങനെ ഡിനൈ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ജൂൻ്റെ സിസ്റ്റർ ആണെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും ബോയ് ഫ്രണ്ട് പറഞ്ഞതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ സ്പീഡിൽ ചെയ്യാണ്. മെല്ലെ മെല്ലെ അവളുടെ കാലൊക്കെ പൊന്തി പോകുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള കഴിവുള്ളതല്ലേ, പക്ഷെ അധികം ഫ്ലൈ ഒന്നും ചെയ്യുന്നില്ല, നേരെ ബാക്കിലേക്ക് വീഴാണ്. ഉടനെ നമ്മുടെ ഗ്രേസ് വന്നിട്ട് ഇവളെ ആശ്വസിപ്പിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യണം, നന്നായി ബ്രീത്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം നമ്മുടെ ഡൊഡാഹയാണെങ്കിൽ വീണ്ടും ജൂനോട് ഓരോ കാര്യങ്ങൾ പറയാണ്. അതായത് ഈനേനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും, എൻ്റെ അച്ഛനും ഇതുപോലൊരു ആൽക്കഹോളിക് ആയിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത്, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അലോൺ ആയിരുന്നു.
ഈനേനെ കാണുമ്പോഴൊക്കെ എനിക്കും എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. മിസ് ബോക്ക് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈനയ്ക്ക് ശരിക്കും ഒരാൾ കൂടെ വേണമെന്ന് പറയാണ് കേട്ടോ നമ്മുടെ ജൂനോട്. അപ്പം നമ്മുടെ ജൂ പറയാണ് ഈനയ്ക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് ഈനയുടെ കൂടെ ഉണ്ടാവാൻ പറ്റിയില്ല. അതായത് ആ ആക്സിഡൻറ്റ് പണ്ട് നടന്നിട്ട് നമ്മുടെ ജൂൻ്റെ വൈഫ് മരിച്ചില്ലേ, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ആരെയും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈനയ്ക്ക് സ്റ്റഫ് ചെയ്ത ഡോൾസിനെയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞു. എന്നിട്ട് സ്റ്റേ അവേ ഫ്രം ഈന എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ഡൊഡാഹേനോട്. അപ്പോൾ ഡൊഡാഹെ പറയാണ് നീ ഓൾറെഡി പ്രൊട്ടക്റ്റ് ചെയ്തല്ലോ, മോളിൽ വെച്ചിട്ട് നീ എൻ്റെ കൈ പിടിച്ചുവല്ലോ എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജൂ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഈനയുടെ ആ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ മുൻപ് നമ്മുടെ ഡൊഡാഹെ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അതായത് മോളിൽ വെച്ചിട്ട് കൈ പിടിച്ചു എന്ന്. അപ്പോൾ അവൻ വീണ്ടും ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അതായത് അവൻ്റെ പാസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ എന്നാണ് അവൻ ആലോചിക്കുന്നത്. ജൂ കണ്ണടച്ച ആ മൊമെൻറ്റ് തന്നെ അവൻ ആ മോളിലേക്ക് എത്തുകയാണ് കേട്ടോ. അതായത് മുമ്പ് ഒരു ഫയർ അലാമൊക്കെ ഉണ്ടായ ആ ഒരു മൊമെൻറ്റില്ലേ, ഇവളുടെ കൈ പിടിച്ചു എന്ന് പറയുന്നത്, ആ ഒരു മൊമെൻറ്റിലേക്ക് അവൻ എത്തുകയാണ് കേട്ടോ. അപ്പോൾ അവൻ അവിടെ എത്തിയിരിക്കുമ്പോൾ അവന് കാണാൻ പറ്റുന്നുണ്ട് ഫയർ അലാം മുഴങ്ങുന്നതും അവിടുന്ന് എല്ലാവരും ഓടിപ്പോകുന്നതൊക്കെ ഇവന് കാണാനുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവനിങ്ങനെ നടന്ന് മേലേക്ക് പോകുമ്പോൾ ഇവൻ കാണുന്നത്, അതായത് നമ്മുടെ ഡൊഡാഹെ അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇവൻ പോയിട്ട് ഇവളുടെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ തല പൊക്കി നോക്കുമ്പോൾ നമ്മുടെ ജൂനെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലേക്ക് ഇവൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾ വർഷങ്ങളായിട്ട് ഇവന് ഇങ്ങനെ പാസ്റ്റിലേക്ക് പോകാൻ പറ്റാറില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ പാസ്റ്റിലിരിക്കുന്ന ഇവരെ രണ്ടുപേരെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.